അങ്ങനത്തെ ആശങ്ക ജനാധിപത്യത്തിൽ ഉണ്ടാകാൻ പാടില്ല. അങ്ങനത്തെ പ്രതിപക്ഷ MLA-ക്ക് അങ്ങനത്തെ ഇൻസെക്യൂരിറ്റി ഉണ്ടാകാൻ പാടില്ല. കാരണം ഇപ്പം പാലക്കാട് കേരളത്തിന്റെ ഭാഗമാണല്ലോ. അപ്പൊ കേരളം ഏതെങ്കിലും മേഖലയിൽ 1-ാം നമ്പർ ആണ് എന്ന് സർക്കാരിന് ക്ലെയിം ചെയ്യണമെങ്കിൽ പാലക്കാട് ഉൾപ്പെടുന്നതാണല്ലോ കേരളം. അപ്പം ആ നമ്പർ 1 ആക്കാനുള്ള ശ്രമങ്ങളിലെല്ലാം പാലക്കാടിനെ കൂടി ഉൾപ്പെടുത്തേണ്ടത് ഗവൺമെന്റിന്റെ. അപ്പൊ പാലക്കാട് എന്ന് പറയുന്ന പ്രദേശത്തിന്റെ, പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ MLA മാത്രമാണ് ഞാൻ. പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയുടെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനാണ്. പാലക്കാട് കോൺസ്റ്റിറ്റ്യുവൻസിയുടെയും പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ്. അപ്പൊ ആ തോന്നൽ അവർക്ക് കൂടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഞാൻ വിചാരിക്കുന്നില്ല ഒരു പ്രതിപക്ഷ, അപ്പൊ തുടക്കത്തിൽ തന്നെ നമ്മളൊന്നിന്റെ മുൻവിധിയോടുകൂടി സമീപിക്കണ്ടല്ലോ. ഇപ്പം ഗവൺമെന്റ് ആന്റി ആയിരിക്കും എന്നുള്ളൊരു സമീപനത്തിൽ ഞാൻ പോകുന്നില്ല. മുൻവിധികളില്ല. ഞാൻ ആ വിഷയത്തിനകത്ത് പ്രജുഡിസ്റ്റിക് അല്ല. കാരണം ഇപ്പം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ചില കൺസേൺസ് വളരെ കൃത്യമായി ഞാനത് പൊളിറ്റിക്കൽ ലീഡർഷിപ്പിനെ ധരിപ്പിച്ചു. CPM-ന്റെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പുമായിട്ട് സംസാരിച്ചപ്പോഴും അവരെന്നോട് പറഞ്ഞ വാക്കുകൾ, ആ വാക്കുകൾ പ്രവൃത്തിയിലൂടെ കൊണ്ടുവരാൻ പറ്റിയാൽ അങ്ങനൊരു ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.